പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ഇതുണ്ട്, ഇങ്ങനെ ചോറൂണുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട്. അങ്ങനെ അവിടെ പോകാനായിട്ട് നമ്മൾ ഇറങ്ങി. മമ്മി പറഞ്ഞ് മമ്മിയുടെ ഒരു ഫോട്ടോ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ് വീഡിയോ പിടിക്കണം. ഇന്നിവിടെ ഞാനുണ്ട്, മുത്തുമുണ്ട്. ഇവിടെ കൊച്ചിൻ്റെ ചോറ് കൊടുക്കും. അതാ ഇവിടെ ഇവര് തനുവായിട്ട് കളിയാണ് ഇവിടെ എല്ലാവരും. നമ്മളിവിടെ വന്നവർ തന്നെ എല്ലാവരും. ഇവിടെ വെച്ച് ഇതെവിടെ തനു? എവിടെ തനു നമ്മൾ വന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രം പറയ്. സ്വാമി ഇതാണ് ബയോമെഡിക്കൽ. വീട്ടിന്റെ ആ സ്ഥലമൊക്കെ ഫുള്ള് ബീച്ച് ഏരിയയാണ് കേട്ടോ. അവിടെ നിന്ന് അകത്തോട്ട് ഏത് റോഡിൽ കൂടെ കട്ട് ചെയ്ത് കയറിയാലും അവിടെ കടലാണ് കണ്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കണം. മമ്മി ഇവിടെ എന്തോ പഞ്ചായത്തിൽ എന്തോ കമ്മിറ്റിയിൽ എന്തോ ഒക്കെ ഉണ്ട്. എന്താണെന്ന് കറക്റ്റ് എനിക്കറിയാം. ഇവിടെ ഏതൊക്കെ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് പഞ്ചായത്തിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് ഒരു 10-15 മിനിറ്റ്സിൻ്റെ അകത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് കടലാണ്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറി നിൽക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരമൊക്കെ ഇവിടെ ടെക്നോ പാർക്കിലൊക്കെ ഉള്ള ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് തന്നെ ഇവിടെയൊക്കെ ഫുൾ കട പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ കഫേ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വരും. ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറി. നമ്മൾ പണ്ട് ചെറുതിൽ വരുമ്പോൾ ഇങ്ങനെ കടയും അങ്ങനെ ഒന്നുമില്ല. വെറുതെ മീൻ പിടിക്കുന്ന സ്ഥലം അങ്ങനെ അതൊക്കെ മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിലുള്ള ഒരു ബീച്ച് അതായിരുന്നു. അപ്പം ശരി. എനിക്ക് തോന്നുന്നു ഹരിതകർമ്മ സേന ചേച്ചിമാരാണെന്ന് തോന്നുന്നു. അവർ വന്ന് ബീച്ചിലൊക്കെ വന്നിരുന്ന് അടിപൊളിയായിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. മമ്മി ഇറങ്ങാൻ ലേറ്റ് ആവുമോ എന്നൊരു ഡൗട്ട്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ബീച്ചിലാണ് ഇരിക്കുന്നത്. ബീച്ചിൽ ഇവിടെ തന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്. ചെറിയൊരു ജ്യൂസ് കുടിച്ചിട്ട് വന്നാലോ എന്നാലോചിക്കണം. അങ്ങനെ പോയിട്ട് വരാം. നടന്നങ്ങോട്ട് പോകണം. നടന്ന് പോകുമ്പോഴാണ് അത് ചേച്ചിമാരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് നടന്ന് പോകും. അവിടെ കുറേ ആൾക്കാരിരിക്കുന്നു. അവിടെ എന്തോന്ന് ഓ ഇവിടെ കടലിന്റെ ഇവിടെ വന്നിട്ട് ആ കണ്ടെയ്നർ മറിഞ്ഞതിൻ്റെതായത്. ഓ അതിലുണ്ടായിരുന്നു. ഇത് വേസ്റ്റാ. അത് അതിന് അവരിതെന്തിന് വേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക? പ്ലാസ്റ്റിക് ഉണ്ടാക്കുക ഉപയോഗിക്കണല്ലേ? ഓ കണ്ടെയ്നറിൽ മറിഞ്ഞല്ല. ഇതാണ് കടലിൽ ഇനി വന്നതല്ല. ഇനി വാരണം അല്ലേ? കുറെ നാളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വീഡിയോക്ക് കണ്ടന്റായി. എന്ന് വെച്ചാൽ ഇവിടെ വേണ്ട ഇതുണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. എൻ്റെ പേഴ്സിൻ്റെ പുറത്ത് വയ്ക്കാമേ. ഇതാണ് എൻ്റെ പേഴ്സിൻ്റെ പുറത്ത് ഇരിക്കുന്നുണ്ട. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. കണ്ടെയ്നർ ഇവിടെ മറിഞ്ഞല്ല. അപ്പോൾ അതിൽ വന്ന അത്രയും കടലിലൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന്. ഇവിടെ തറയിൽ അത്ര ഈ കടലിൽ നിന്ന് വന്ന് അടിഞ്ഞ് ചേർന്നായിരിക്കും കേട്ടോ. അപ്പം അതെല്ലാം ഇവിടെ ശരിക്കും ആൾക്കാർ ഹരിതകർമ്മസേനയുടെ ചേച്ചി ഒരു ശരിക്കും മൊത്തം കുറേ പേര് നിൽക്കണം അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അവർ ഈ കടലിലെ സൈഡിൽ അത്രയും മൊത്തം ഇത് വാരി വൃത്തിയാക്കിയാണ്. എന്തുമാത്രം പണിയാണ്, എന്തുമാത്രം. ഈ ഒരു സ്ഥലത്ത് തന്നെ എത്ര ആൾക്കാർ ഇരുന്നാൽ ഇത് തീരും. ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ശരി, ഞാൻ ഇതാ കുറച്ചപ്പുറത്താണ്. ഇനി ഇവിടെ അത്രയും കടലല്ല. അവിടെ പോയി ജ്യൂസ് കുടിക്കാം. ഞാൻ ഒരിക്കലും കണ്ടേ വന്നിട്ടുള്ള. ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്ക് ഇവിടെ ഇപ്പോൾ ടെക്നോ പാർക്കുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു സംഭവം പോലെ ഇവിടെയൊക്കെ വന്നിട്ട് പോകും കേട്ടോ. നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു അത്ര ഒരു ഇതില്ല.
കേട്ടാ ഞാൻ കുറച്ച് ഇതേപോലെ തന്നെ വേറെ അപ്പുറത്തും കടലിൽ കയറുന്ന വേറെ റോഡുണ്ട്. സംഭവം അവിടെയാണ് ആ ഒരു ജ്യൂസ് പിടിക്കാൻ പറ്റിയ കഫേ ഉണ്ടായിരുന്നത്. ഇവിടെ അല്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് മാറിപ്പോയി. ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കഫേ തുടങ്ങിയതിന് ശേഷം തുടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പം ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളൂ. ഞാനും മുത്തും കൂടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതാണ് സംഭവം. ദൈവം തിരിച്ച് പോയി വണ്ടിയിൽ പോയിരിക്കാം. ഇനി ജ്യൂസ് പിടിക്കാൻ ഞാൻ ചിലപ്പോൾ പോകും. എന്താ വീണ്ടും വണ്ടിയിൽ വന്ന് ഇരിപ്പായി. എൻ്റെ സമയം അത്രയും പോകണം. മമ്മി 15 മിനിറ്റിൻ്റെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ വർക്ക് തുടങ്ങാമായിരുന്നു. കാര്യം ഇന്ന് വൈകുന്നേരം വീണ്ടും നമ്മളെ കണിയാറത്ത് അവിടെ ഒരു ചേട്ടൻ ഇന്നൊരു അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഏത് ഒരു അമ്പലത്തിൻ്റെ പേര് ഞാൻ സ്ഥിരം എന്ന് വെച്ചാൽ അവിടെ കാട്ടാക്കട അവിടെ അച്ഛൻ്റെ കൂടെ പോകുന്ന അമ്പലം തന്നെ. ആ അമ്പലത്തിൻ്റെ പേര് എപ്പോഴും എനിക്ക് മൈൻഡ് നിൽക്കത്തില്ല. ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയാലോ എന്ന് വെച്ചാൽ ഇച്ചിരി അങ്ങോട്ട് പോകണം. എനിക്ക് ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് 20 കിലോമീറ്റർ പോകണം. അപ്പോൾ ആ ചേട്ടനുമായിട്ട് വൈകുന്നേരം ഒരു 4:30 പോകാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഇച്ചിരിയെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഇന്നത്തെ ദിവസം മിക്കവാറും പോകണ പോലെയാണ്. എന്തായാലും വിചാരിച്ചല്ലേ അപ്പുറത്തെ സൈഡിൽ മറ്റേ ആ റോഡിൽ അപ്പുറത്ത് ബീച്ചിൽ കയറുന്ന വീണ്ടും റോഡുണ്ട്. അവിടെ തന്നെ വണ്ടി എടുത്ത് വീണ്ടും പോയി അവിടെ നിന്നൊരു ജ്യൂസ് എന്തായാലും കുടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് മമ്മീനെ വിളിച്ച് പോകണം. മമ്മി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകണം. വീട് അടുത്ത് തന്നെ. മമ്മി ഇറങ്ങുമ്പോൾ വീണ്ടും വന്ന് വിളിക്കാണമെങ്കിൽ വിളിക്കാമെന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ മമ്മി ഓട്ടോ പിടിച്ച് വരും. അപ്പോൾ ശരി. പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടാ. അത് ക്ലോസ്ഡ് ആണ്. നാണ്ട തടിയൊക്കെ എടുത്ത് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. അത് ക്ലോസ്ഡ്. എനിക്ക് തോന്നുന്നു വൈകുന്നേരം മാത്രമേ അവർ തുറക്കമുള്ളായിരിക്കും. കണ്ടാ ഇതുണ്ടാ ബീച്ച് ഇവിടെ, ഈ സ്ഥലം ഇവിടെ. അപ്പോൾ എന്തായാലും ഇനി തിരിച്ചു പോവാം. വീണ്ടും ഒരു 10 മിനിറ്റായി. 50 12:50 1 മണിയാവാൻ പോണേ. ഇങ്ങനെയാണ് സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. 5-10 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ ഇനിയിപ്പോൾ ഇതാ കിടന്ന് ഉറങ്ങാമെന്നാണ് ഇപ്പം ചിന്തിക്കുന്നത്. മമ്മി 5 മിനിറ്റിൻ്റെ അകത്ത് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അറിയില്ല. ഉണ്ടായിരുന്ന മീറ്റിംഗ് ഇനി അങ്ങോട്ട് വീട്ടിലോട്ടല്ലേ? അങ്ങനെ വീട്ടിൽ എത്തി ഒരു കോഫിയൊക്കെ കുടിച്ച് എനർജി കയറ്റിയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കണം.